മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ വിജിലൻസ് ചോദ്യം ചെയ്തു. കണിച്ചുകുളങ്ങരയിലെ വീട്ടിലെത്തിയായിരുന്നു വിജിലൻസ് സംഘത്തിന്റെ നടപടി. കേസ് അന്വേഷണം വേഗത്തിലാക്കണമെന്ന ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് നീക്കം. ശരത് SS വിവരങ്ങളുമായി ചേരുകയാണ്. ശരത്, വിശദാംശങ്ങളിലേക്ക്. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹത്തിന്റെ കണിച്ചുകുളങ്ങരയിലെ വീട്ടിലെത്തി വിജിലൻസ് സംഘം ചോദ്യം ചെയ്തത്. നിലവിലെ ക്രൈംബ്രാഞ്ച് SP ആയ ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബുധനാഴ്ച ഇത്തരത്തിൽ കണിച്ചുകുളങ്ങരയിലെ വീട്ടിലെത്തി വെള്ളാപ്പള്ളി നടേശന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുഖ്യപ്രതിയായ കേസാണ് ഇത്തരത്തിൽ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് എന്നുള്ളത്. കേസിന്റെ അന്വേഷണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ ഹൈക്കോടതി ഒരു നിർദ്ദേശം നൽകിയിരുന്നു. നേരത്തെ വിജിലൻസ് SP ആയിരുന്ന ശശിധരൻ തന്നെ കേസ് അന്വേഷണം തുടർന്നും നടത്തണമെന്നും ഹൈക്കോടതി അത് നിർദ്ദേശിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ച് SP കൂടിയായ ശശിധരൻ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളിയുടെ വീട്ടിലെത്തുകയും തുടർന്ന് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തത്. ചോദ്യം ചെയ്തും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തത്. വെള്ളാപ്പള്ളി അടക്കം 5 പ്രതികളാണ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 2016 മുൻ മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദന്റെ പരാതിയിലായിരുന്നു വെള്ളാപ്പള്ളി നടേശനെ അടക്കം പ്രതി ചേർത്ത് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നാക്ക വികസന കോർപ്പറേഷൻ മുൻ MD നജീബ്, നിലവിലെ MD ദിലീപ് കുമാർ, മൈക്രോ ഫിനാൻസ് ചീഫ് കോർഡിനേറ്റർ KK മഹേഷ്, SNDP യൂണിയൻ നേതാവായ ഡോക്ടർ MN സോമൻ എന്നിവരെയാണ് ഇത്തരത്തിൽ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റാളുകളൊക്കെ തന്നെ മൈക്രോ ഫിനാൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് 15 കോടിയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് VS അച്യുതാനന്ദൻ നൽകിയ പരാതിയിലെ പ്രധാന ആരോപണം. സാമ്പത്തിക തിരിമറി, ഗൂഢാലോചന എന്നിവ അടക്കമുള്ള ആരോപണങ്ങളാണ് പ്രതികൾക്കെതിരെ പ്രധാനമായും ഉയർന്നിട്ടുള്ളത്. 2003-2015 കാലയളവിൽ സ്വാശ്രയ സംഘങ്ങൾക്ക് കൊടുക്കാൻ പിന്നാക്ക വികസന കോർപ്പറേഷൻ മുഖേന കോടിക്കണക്കിന് രൂപ വായ്പ എടുത്ത് അഴിമതി നടത്തിയെന്നടക്കമായിരുന്നു എന്തായാലും ഇതിൽ പ്രധാനമായും ആരോപണമുള്ളത്. ഇതിലൊക്കെ തന്നെ അന്വേഷണം ആദ്യഘട്ടത്തിൽ നടന്നില്ല. ഇപ്പോൾ എന്തായാലും ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് വീണ്ടും അന്വേഷണം ശക്തമാക്കാൻ വേണ്ടി കോടതി നിർദ്ദേശിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എന്തായാലും വിജിലൻസ് സംഘം കഴിഞ്ഞ ബുധനാഴ്ച തരത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ കണിച്ചുകുളങ്ങര വീട്ടിലെത്തി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ നടത്തി. നിലവിൽ ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തി മടങ്ങുകയും അവർ കഴിഞ്ഞ ദിവസം തന്നെ ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം ഇപ്പോൾ നടത്തിയിട്ടില്ല. പ്രതികരണം നടത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. ശരത്ത്, എന്താണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണം എന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? ഇനി വിജിലൻസിന്റെ അടുത്ത നീക്കം എന്നതിനെ കുറിച്ച് സൂചനയുണ്ടോ ശരത്? നിലവിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നുള്ള നടപടിയിലാണ് വിജിലൻസ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അതായത് വെള്ളാപ്പള്ളി നടേശന്റെ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം വേഗത്തിലാക്കണമെന്നായിരുന്നു ഹൈക്കോടതി കഴിഞ്ഞ ജൂലൈയിൽ നിർദ്ദേശം നൽകിയതൊപ്പം ഈ നേരത്തെ തന്നെ ഈ കേസ് അന്വേഷിച്ച വിജിലൻസ് SP തന്നെ ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം നടത്തണമെന്നും കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ തുടർ നടപടികളിലേക്ക് ഇത്തരത്തിൽ ശശിധരൻ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തത്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഇപ്പോൾ വിജിലൻസ് വീണ്ടും ഈ കോടതി നിർദ്ദേശത്തെ തുടർന്ന് മൊഴി രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. തുടർന്ന് കുറ്റപത്രമടക്കം സമർപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിൽ തുടർ മറ്റു നടപടികളിലേക്ക് കൂടി കടക്കും. നിലവിൽ വിജിലൻസ് സംഘം ഇതുമായി ബന്ധപ്പെട്ട അടുത്ത നടപടി എന്താണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത നൽകിയിട്ടില്ല. നിലവിൽ എന്തായാലും മൊഴി രേഖപ്പെടുത്തിയെന്നടക്കം ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഓക്കെ, ശരത് SS ആണ് വിശദാംശങ്ങൾ നൽകിയത്.